Get ready with me for farewell. സോ ഫസ്റ്റ് തന്നെ ഞാൻ ലെൻസ് ആട്ടോ ഇട്ട് കൊടുത്തേ. ലെൻസ് വയ്ക്കാൻ എനിക്ക് അത്ര ചടങ്ങായിരുന്നില്ല, എളുപ്പമായിരുന്നു. പിന്നെ മോയ്സ്ചറൈസർ, ദെൻ ലിപ് ബാം. ഇതെൻ്റെ ആദ്യത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇതിനെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മെബിലിൻ്റെ കൺസീലർ ആട്ടോ യൂസ് ചെയ്തത്. അത് കുറച്ച് ഒരു പരിപാടിയാകുമ്പോൾ എന്തായാലും വിളിക്കപ്പെടാത്ത രീതി വരുമല്ലോ, കുരു. അതുള്ളടത്തൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഐബ്രോസ് ആണ് ഫിൽ ചെയ്തത്. എനിക്ക് ലെൻസ് വെക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. അപ്പോൾ ഇന്നെൻ്റെ ഒരു പേർപ്പിൾ കളർ സാരിയാണേ. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡ് ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്ത് ആണ് ഇട്ടത്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ബ്ലൗസ് ഒന്ന് മാറ്റിയിട്ട് വന്നേ. ഇപ്പോൾ ഇടുന്നത് ഈ ലിപ് ലൈനർ സ്റ്റുഡിയോ നിന്നാട്ടോ. അവരുടെ തന്നെ ലിപ്സ്റ്റിക്കോ ഞാൻ ഇട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ഷെയ്ഡും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വീഡിയോ എടുത്തില്ല. ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പോയി ഷെയ്ഡ് മാറ്റിയായിരുന്നു. പിന്നെ അമ്മ വന്ന് സാരി ഉടുപ്പിച്ചു. പിന്നെ എൻ്റെ ഐലൈനർ തീർന്നു ഗൈസ്. അപ്പോൾ ഞാൻ അമ്മയുടെ കൺമഷി ഉപയോഗിച്ചിട്ടാണ് കണ്ണ് എഴുതിയത്. പിന്നെ അടിയിൽ എഴുതി കൊടുത്തു, മുകളിലും എഴുതി കൊടുത്തു. പിന്നെ ഇടയിൽ പോയി പൊട്ടും തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഫൈനലായിട്ട് കോമ്പാക്റ്റും ഈ പൗഡർ ബ്ലഷ്, ഫേസ് സ്കാനയുടെ പൗഡർ ബ്ലഷ് ആട്ടോ യൂസ് ചെയ്യണേ. പിന്നെ ഇതും സ്റ്റുഡിയോ തന്നെയായിരുന്നു, ഈ കൈ ചെയിനും. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കണ്ടിട്ട് പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.